വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ കൂടെ വേറൊരു ആരാധനയും നിങ്ങൾ ആരാധ്യനായി സ്വീകരിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞത് 100 പ്രാവശ്യം അംഗീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ. അതിലിവിടെയല്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് തെറ്റിദ്ധാരണയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ നീട്ടുകയല്ല, ഒരു ചെറിയ ഉദാഹരണം. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാലോ. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. കള്ള് ഹറാമാണ് എന്നതിന് നമുക്ക് ആർക്കും തർക്കല്ല. പക്ഷേ ഈ ഇടക്കാലത്ത് ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, കള്ള് എന്ന് പറഞ്ഞ സാധനം എന്താണ്? അവരെ വക പുതിയ ഒരു നിർവചനം. കള്ള് എന്ന് പറഞ്ഞാൽ മധുരമുള്ള വെള്ളത്തിന് പറയുന്ന പേരാണ് കള്ള് എന്നൊരാൾ പുതിയ നിർവചനമുണ്ടാക്കി. കള്ള് കുടിക്കാൻ പാടില്ല എന്നതിൽ ആർക്കും തർക്കല്ല. പക്ഷേ കള്ളിന്റെ ഒരു നിർവചനം അവർ മാറ്റി. എന്നിട്ട് പറഞ്ഞു മധുരമുള്ള വെള്ളത്തിന് പറയുന്ന പേരാണ് കള്ള്. ഈ നിർവചനവും പറഞ്ഞിങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരു സാധു മനുഷ്യൻ ഹോട്ടലിൽ ചായ കുടിക്കുകയാണ്. അയാൾ ചായയാണ് കുടിക്കുന്നത്. അപ്പോ ഈ ഇറങ്ങി വരുന്ന മനുഷ്യൻ പറഞ്ഞു, കണ്ടോ കള്ളു കുടിക്കുന്നു. എന്നിട്ട് ആയത്തോതാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് പറഞ്ഞിട്ട് കള്ള് ഹറാമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇതാ കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആയത്തോതാണ്. നിങ്ങൾ നോക്ക്, ഇയാൾ കുടിക്കുന്നത് കള്ളാണോ? അല്ല, വെള്ളമാണ്, ചായയാണ് കുടിക്കുന്നത്. പക്ഷേ ഇവനുണ്ടാക്കിയ തെറ്റായ നിർവചനമനുസരിച്ച് അത് കള്ളാണെന്ന് അവൻ മനസ്സിലാക്കി. എന്നിട്ട് ആയത്തോതി. ഇതാണ് സത്യത്തിൽ മുജാഹിദുകൾ ചെയ്യുന്നത്. അവര് തൗഹീദിനും ശിർക്കിനുമൊക്കെ പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കി മനുഷ്യശക്തിക്ക് അപ്പുറത്തുള്ളത് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോട് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നവനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അതാ അവൻ ശിർക്ക് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ശിർക്കാണോ? അല്ല. ഈ ചായയെ കള്ളാക്കിയതുപോലെ ഔലിയാക്കളോടുള്ള സഹായതേട്ടത്തെ അവിടെ ശിർക്കായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. എന്നിട്ട് ആയത്തുകൾ ഓതി. അങ്ങനെ ആയത്തോതാൻ എല്ലാവർക്കും സുഖ അല്ലേ? ആദ്യമായി ഇസ്ലാമിലുണ്ടായ ബിദ്ഈ കക്ഷികൾ ഖവാരിജുകളാണ്. ഖവാരിജുകളാണ് ഒന്നാമത്തെ ബിദ്ഈ പ്രസ്ഥാനം. അവർ ചെയ്ത പണിയാണിത്. സ്വഹീഹുൽ ബുഖാരി മറിച്ച് നോക്ക്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഖവാരിജികളുടെ സ്വഭാവം എന്തായിരുന്നു? അവർ പറഞ്ഞു, ഇന്നഹും മിൻ തലഖു ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ ഫജഅലുഹാ അലൽ മുഅ്മിനീൻ. കാഫിരീങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളെ മുസ്ലിമീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് മുസ്ലിം സമുദായത്തെ കുഫറിലേക്ക് ചേർത്തു, കാഫിറാക്കി എന്നതാണ് ഈ ഒന്നാമത്തെ വിഭാഗമായ ഖവാരിജി വിഭാഗം ചെയ്തത്. അതിന്റെ തുടർച്ചയാണ് വഹാബി പ്രസ്ഥാനവും ഇന്ന് നമ്മുടെ കേരളത്തിലും കർണാടകയിലും ലോകത്തിന്റെ സർവ്വഭാഗങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്നത് അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയല്ല. നേരത്തെ ഫൈസൽ ഹസനി പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലാണ് ആരാധന അല്ലാഹ്ക്ക് മാത്രമെന്ന് പഠിപ്പിച്ച നബി തങ്ങൾ തന്നെയാണ് വിഷമഘട്ടത്തിൽ തന്നെ അഭയം തേടണമെന്ന് പഠിപ്പിച്ചത്. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു, അവസാനമായി ഈ ലോകത്ത് വരാനുള്ള ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം വരും. ആർക്കും തർക്കമില്ലല്ലോ. ഈസാ നബി അലൈഹി ഇസ്ലാം എന്തിനാണ് ലോകത്ത് വരുന്നത്? എന്തിനാ? തൗഹീദിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി. ഏത് ദജ്ജാൽ? എല്ലാ ദജ്ജാലുകളെയും. ഞാൻ അങ്ങനെ പറഞ്ഞത് വെറുതെയല്ല. വലിയ ദജ്ജാലിനെ കൊല്ലുന്നതോടുകൂടെ സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവസാന കാലത്ത് ചില വഞ്ചകന്മാർ ഭൂമി ലോകത്ത് വരും. ദജ്ജാലികൾ എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചതാണ്. ഇനി ഞാൻ ദജ്ജാൽ എന്ന് പറഞ്ഞു എന്ന് പറയണ്ട. ആ ദജ്ജാലുകളുടെ ആശയത്തെ തകർക്കൽ കൂടി ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ലക്ഷ്യമാണ്. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ഇമാം നബവി തന്റെ ശർഹ് മുസ്ലിമിൽ പറഞ്ഞു, ഇവിടെ വികലമായ ആശയങ്ങളെ അതിന്റെ യഥാർത്ഥ സ്ഥിതി വിശദീകരിക്കുക എന്നതുകൂടി ഈസാ നബിയുടെ ലക്ഷ്യമാണ്. നിങ്ങൾ ചിന്തിക്കുക.
അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം വന്ന് ദജ്ജാലിനെ കൊന്ന് തന്റെ ആ ദൗത്യ നിർവഹണത്തിന്റെ ഇടയിൽ ഇവിടെ ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ വഫാത്തിന് ശേഷം വിളിക്കുന്നത് ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തിരുത്തണം. ഈസാ നബിക്ക് തിരുത്താതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം നേരെ റൗദയിലേക്ക് വരികയാണ്. മുജാഹിദുകളും വഹാബികളും ജമാഅത്തുകാരിങ്ങനെ നോക്കി, നമുക്കിപ്പോ ഈസാ നബിന്റെ കൂടെ കൂടാൻ പറ്റുമോ? അപ്പൊ പോക്ക് റൗദയിലേക്കാണ്. ഇയാള് കുബൂരിയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്, കാരണം പോക്ക് തന്നെ ശരിയല്ല. അങ്ങനെ റൗദയിലെത്തിയിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി വ്യക്തമായിട്ട് സ്വഹീഹായ ഹദീസിലൂടെ നമ്മോട് പറഞ്ഞു, അവിടെ ഈസാ നബി തന്റെ വിജ്ഞാനത്തിന് വേണ്ടി ഖബറിലുള്ള റൗദയിലുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, യാ മുഹമ്മദ്. ഇസ്തിഗാസ ചെയ്യുകയാണ്. അതോടുകൂടി എല്ലാ മുജാഹിദുകളും പറഞ്ഞു, ഈസാ നബി ആള് കുബൂരിയാണ് കേട്ടോ, നമുക്ക് ഈസാ നബിന്റെ കൂടെ കൂടാൻ പറ്റില്ല. ഈസാ നബിന്റെ കൂടെ കൂടാൻ ഒരൊറ്റ മുജാഹിദിനും കഴിയില്ല. കാരണം ഈസാ നബി റൗദയിൽ വന്ന് ഇസ്തിഗാസ ചെയ്യാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ കൂടെ കൂടാൻ പറ്റിയതാരാ? അത് ദജ്ജാലാണ്. മുജാഹിദുകൾക്ക് പറ്റിയ ചങ്ങാതി ദജ്ജാലാണ്. ഞാൻ ആക്ഷേപിക്കുകയല്ല. നിങ്ങൾ നോക്കൂ, അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മഴ വർഷിപ്പിക്കാൻ അള്ളാഹുവിനെ കഴിയൂ, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിനെ കഴിയൂ. അള്ളാഹു കഴിവ് കൊടുത്താൽ പോലും വേറൊരാളും ചെയ്യൂല എന്നാണ് മുജാഹിദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ മാലയിലുള്ള ചത്താച്ചാകത്തിന് ജീവൻ നേടി ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ എന്ന് പറഞ്ഞ് മുഹയ്യദ്ദീൻ ശൈഖിനെ കുറിച്ച് ഖാലി മുഹമ്മദ് പരിചയപ്പെടുത്തിയ ആ വരി ശിർക്കാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ചത്ത ചകത്തിന് ജീവൻ ഇടിക്കുക എന്നത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ മുജാഹിദുകൾ ഇപ്പൊ പഠിപ്പിക്കുകയാണെന്ത്? ചത്തുപോയ ശവത്തിന് ജീവനിടാൻ അള്ളാഹ്ക്കേ കഴിയൂ. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദജ്ജാൽ വരുന്നത്. ദജ്ജാൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ദജ്ജാൽ പറയുന്നു, ഞാനിതാ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, ഞാൻ അള്ളയാണ്, ഞാൻ മഴ വർഷിപ്പിക്കുന്നു, ഞാൻ അള്ളയാണ്. അപ്പൊ മുജാഹിദുകൾ എല്ലാവരും വന്നു. നോക്കുമ്പോ മുജാഹിദ് അള്ളാഹ്ക്ക് പറഞ്ഞ എല്ലാ വിശേഷണവും ഒത്തിട്ടുണ്ട്. കയ്യും കാലക്കുള്ള അള്ളയാണല്ലോ മുജാഹിദുകൾ പറയുന്നത്. അപ്പൊ കയ്യും കാലൊക്കെ റെഡിയാണ്, മഴ വർഷിപ്പിക്കുന്നുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. ജീവിപ്പിക്കുന്നുണ്ട് മരിച്ചവരെ, അതും നിഷേധിക്കാൻ പറ്റില്ല. ഇതാ അള്ളാഹു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മുജാഹിദുകൾ ദജ്ജാലിന് പൂമാലയിടുമ്പോൾ അന്ന് മുഹിയദ്ദീൻ മാലയും പിടിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ അവിടെ വരും. എന്നിട്ട് ദജ്ജാലിനോട് പറയും, നീ അള്ളയല്ല. എന്തുകൊണ്ട് അല്ല? അത് ഞങ്ങൾ മുഹിയദ്ദീൻ മാലയിൽ ഖാദി മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്. ചത്താച്ചാകത്തിന്